ഷമീനയുടെ കണ്ടീഷൻ ഇപ്പം സ്റ്റേബിളായിട്ട് തന്നെ തുടരുന്നുണ്ട്. രാവിലെയും സ്കാൻ എടുത്തിരുന്നു, റിപ്പീറ്റ് സ്കാൻ എടുത്തിരുന്നു. രാവിലെയും ബ്രെയിനിൻ്റെ സ്കാൻ എടുത്തിരുന്നു. അതിലും തലച്ചോറിലെ നീരും മറ്റും കൂടിയിട്ടില്ല. പഴയ അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു. ആൾ കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്. അല്ല ശരി. ഷമീനയുടെ തലച്ചോറിൻ്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഇനി അല്ലാത്ത കാര്യങ്ങൾ, വേദനയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളല്ല, വേദനയുടെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ രാവിലെ ന്യൂറോ സർജനും മാക്സിലോഫേഷ്യൽ സർജൻ അങ്ങനെ അടങ്ങുന്ന ടീം കണ്ടിരുന്നു. ഇനിയിപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഒരു 48 മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് തീരുമാനം. ഇല്ല, അങ്ങനല്ല. ഈ പറഞ്ഞ പോലെ തലച്ചോറിനൊരു ക്ഷതം ഉള്ളപ്പോൾ ഒരു 48 മണിക്കൂറെങ്കിലും അതിനകത്ത് ഒബ്സർവേഷൻ തന്നെ വേണ്ടി വരും. അത് കഴിഞ്ഞ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സ്റ്റേബിളായി തുടരുന്നുണ്ട്, ഇന്നലത്തെ പോലെ തന്നെ സ്റ്റേബിളായി തുടരുന്നുണ്ട്. അത് പോലീസ് വരട്ടെ, പോലീസ് വിളിക്കുമ്പം പോലീസുമായിട്ട് ഡിസ്കസ് ചെയ്യാം, അത് കുഴപ്പമില്ല. അവരിപ്പം സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇന്നലെ പോലീസ് വന്നിരുന്നു. പക്ഷേ ഇന്നലെ വന്നപ്പോൾ അവർ കുറച്ച് മയക്കത്തിലായിരുന്നു, ഒരു വേദനയ്ക്കുള്ള മരുന്നിൻ്റെ സൊല്യൂഷനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതുകൊണ്ട് ഇന്ന് അവർ വരുമ്പം ഇല്ല, അറിയില്ല, അങ്ങനൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ മാത്രമല്ല, വേദനയുണ്ടോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. ഇന്നലെയും ബെറ്റർ ആയിരുന്നു. ഇന്നലെ വൈകിട്ടായപ്പോഴേക്കും കുറച്ച് സ്റ്റേബിളായി. അതേ നിലവാരത്തിൽ തന്നെ തുടരുന്നുണ്ട്. തലയിൽ മുറിവുകളുണ്ടായിരുന്നു, അതേ പറയാൻ പറ്റും. ബാക്കി അത് നമുക്കത് പറയാൻ പറ്റില്ല. അത് ബാക്കി പോലീസും മറ്റു കാര്യങ്ങളും പരിശോധിച്ചത്. തലയിൽ മുറിവുകളുണ്ടായിരുന്നു. അത് അവർ നോക്കട്ടെ. അതിൻ്റെ ഇപ്പം ഞാൻ മറ്റ് ഭാഗമാണ് ഞാൻ നോക്കുന്നത്. അതെ. ഇല്ല, മറ്റു ഭാഗങ്ങളിലൊന്നും മുറിവില്ല. മുഖത്ത് എല്ലുകൾക്ക് പൊട്ടലുണ്ട്. മുഖത്തെ താടിയെല്ല്, തലയോട്ടിയുടെ എല്ലിന് പൊട്ടലുണ്ട്. അത് മാത്രമേ കഴിയുന്നുണ്ട്. അതല്ല, ഇപ്പോൾ ഈ മുറിവുകൾ ഇതാണ് മെയിനായിട്ടുള്ളത്. ഒരു കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, മറ്റല്ലാതെ വലിയ കാര്യങ്ങൾ കാണുന്നില്ല. അതൊരു ഞാൻ പറഞ്ഞില്ല, അത് മറ്റ് ഭാഗം പരിശോധിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അതെ, ശരി. അഷ്മി, ഏറ്റവും സുപ്രധാനം, നിലവിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചുകൂടി, അതായത് ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ സംസാരിച്ച് തുടങ്ങിയിരുന്നു ഷമി. അതിനനുസരിച്ച് ഇന്നും അതേ നിലയിൽ, അതായത് കൂടുതൽ ബെറ്ററായി എന്ന് പൂർണ്ണമായി ഡോക്ടർ പറയുന്നില്ല, എങ്കിലും ഈ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ആരോഗ്യനില തുടരുന്നുണ്ട്. 48 മണിക്കൂർ കൂടി, അതായത് 2 ദിവസം കൂടി ഒബ്സർവേഷൻ ഇതേ രീതിയിൽ തുടരേണ്ടി വരും. പക്ഷേ പോലീസ് എത്തിക്കഴിഞ്ഞാൽ, കേസുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലീസ് എത്തിക്കഴിഞ്ഞാൽ ആ സമയത്തെ ആരോഗ്യനില നോക്കിയിട്ട് ആവശ്യമെങ്കിൽ പോലീസിന് സംസാരിക്കാവുന്ന സാഹചര്യമുണ്ട്. നിലവിൽ തലയിലുള്ള മുറിവുകൾ തന്നെയാണ് ഏറ്റവും ഗുരുതരം. അതേസമയം മുഖത്ത് താടിയെല്ലിനടക്കം പൊട്ടലുണ്ട്, അതും ഗുരുതരം തന്നെയാണ്. പക്ഷേ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഈ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്. എന്തായാലും ഡോക്ടർമാർ വന്ന് ഇന്നലെ വന്ന സമയത്ത് ചില മയക്കത്തിലായിരുന്നു. പക്ഷേ ഇന്നെത്തിയാൽ ആ സമയം മയക്കത്തിലല്ല എങ്കിൽ മൊഴിയെടുക്കാവുന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. കശ്മീർ. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ആരോഗ്യനില സ്റ്റേബിളാണ് എന്ന് തന്നെ പറയുകയാണ്. പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ.